केरल में केवल लव जिहाद का बात नहीं चल रहा है, केरल में लैंड जिहाद, बिजनेस जिहाद का बात चल रहा है. Kerala is suffering because of LDF and UDF government. Suffering since 78 years. Kerala students are going out for studies. Kerala youths are going out for employment. Kerala Hindus and Christians going out because of scary. उसको डरा रहे. केरल में केवल लव जिहाद का बात नहीं चल रहा है, केरल में लैंड जिहाद, बिजनेस जिहाद का बात चल रहा है. केरल को आगे बढ़ाने के लिए वी हैव टू टेक फॉरवर्ड केरला. केरल में इंडस्ट्रीज आना चाहिए. The industries should come to Kerala. Whatever is available in Kerala, the resources, especially marine resources, the vegetables and fruits and other agriculture products, everything should be exported and our farmers and fishermen should be happy. For that, this LDF and UDF government is not helping our farmers or fishermen or anybody. Every time UDF, LDF, UDF, they are supporting each other for corruption. ഉടനെ കഴുത്തൻ്റേതറുക്കൂ ബാപ്പാ, ഉടയോൻ തുണയില്ലേ നമുക്കു ബാപ്പാ. പഴയൊരു മാപ്പിളപ്പാട്ടാണ്. ഉടനെ കഴുത്തൻ്റെ തറുക്കാൻ ബാപ്പയോട് മകൻ പറയുന്ന ഒരു ഇസ്ലാമിൻ്റെ ചരിത്രത്തിലെ ഒരു സമർപ്പണത്തിൻ്റെ കഥ പറയുന്ന സന്ദേശം നൽകുന്ന ഒരു പാട്ടാണ്. ഇതിപ്പോഴത്തെ കാലത്ത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇന്നത്തെ മുസ്ലിം സമൂഹവും ഇലക്ഷൻ വരുമ്പോൾ വളരെ സമർപ്പിത മനസ്സോടുകൂടി നിൽക്കേണ്ട ഒരു സന്ദർഭമാണ്. എല്ലാവരും അറുത്തോളൂ, എല്ലാവരും കയറി ചെയ്തിട്ട് പൊയ്ക്കോളൂ, ഞങ്ങളിതാ നിൽക്കുന്നു എന്ന് പറയുന്ന സ്ഥിതിയിലാണ് നിൽക്കുന്നത്. പക്ഷേ ആ നിൽക്കുന്ന സമയത്തെങ്കിലും ബോധവും വിവേകവും നഷ്ടപ്പെട്ട് ഏതെങ്കിലും ചൂണ്ട വിഴുങ്ങി എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാതിരിക്കുക എന്ന് മാത്രം പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് കഴിയുള്ളൂ. കാരണം ഇലക്ഷൻ അടുത്തപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളായി മാറിയത് നമ്മുടെ IG ശ്രീലേഖയ്ക്ക് പോലും മത്സരിക്കുന്നത് വട്ടിയൂർക്കാവിലാണ്. അവിടെ അങ്ങ് മുസ്ലിം വോട്ടില്ല, ഒന്നും കിട്ടത്തുമില്ല. അവിടെ BJPക്കാർ പൂർണ്ണ മനസ്സോടെ മത്സരിപ്പിച്ചതുമല്ല. അവരയഥാർത്ഥത്തിൽ കുഴഞ്ഞ് നാശകോശമായി. അവരെന്തായാലും ബുദ്ധിപരമായി രാജേഷിനെ പോലെ ഒരാളിനെ മേയറാക്കി തൽക്കാലം തടിയൂരി. എന്നിട്ടും സീറ്റ് തന്നില്ലെങ്കിൽ എന്തും കാണിച്ചു കളയുമെന്ന് പറഞ്ഞ സന്ദർഭത്തിൽ മാത്രം സീറ്റ് കൊടുത്ത് മത്സരിപ്പിക്കാൻ നിർത്തിയ ശ്രീലേഖയ്ക്കും ലവ് ജിഹാദാണ് പ്രധാന വിഷയം. ഇപ്പോൾ കൗൺസിലറാണ്, എന്നാൽ വട്ടിയൂർക്കാവിൽ ഞാൻ ഇന്നതൊക്കെ ചെയ്യുമെന്നല്ല. പണ്ട് ലവ് ജിഹാദ് വന്നപ്പോൾ സർക്കാർ മിണ്ടാതിരുന്നു. അന്ന് യൂണിഫോം ഇട്ടുകൊണ്ടിരുന്ന് ശമ്പളം വാങ്ങിച്ചിരുന്ന ബഹുമാന്യ നമ്മളാരുമല്ല. എന്നിട്ടത് മാത്രവുമല്ല, അവർക്ക് വ്യക്തിപരമായ എന്തോ പ്രശ്നം വന്നപ്പോൾ ആരോ മേലുദ്യോഗസ്ഥൻ കയറി പിടിച്ചു എന്ന് പറഞ്ഞ്. ആരാണ് ആ മേലുദ്യോഗസ്ഥൻ എന്നുള്ളത് ഒന്ന് പേര് പുറത്തു വിടണം. കാരണം ഈ പറയുന്ന ജിഹാദാകാനുള്ള വഴി അതിലൊട്ടുമില്ല. നമ്മുടെ ശ്രീലേഖയുടെ കാലഘട്ടത്തിലൊന്നും ഏതെങ്കിലും ഒരു ജിഹാദി മേലുദ്യോഗസ്ഥനായി വന്നിട്ടില്ല. ആ പേരൂടെ പറഞ്ഞാൽ ഏത് സനാതനിയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. അന്ന് സർക്കാരൊന്നും ചെയ്തില്ല എന്നാണ് പറയുന്നത്. അതങ്ങോട്ട് പറഞ്ഞു തീർന്നപ്പോഴത്തേക്കാണ് അടുത്ത ശോഭ കരന്തലാഞ്ച് കർണാടകയിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണ്. അവരുടെ ഒരു ചരിത്രവും ചുറ്റുപാടും ഒന്നും പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അത് നിങ്ങൾ പേര് സെർച്ച് ചെയ്ത് നോക്കിയാൽ വാർത്തകളായി അതിൽ കിട്ടും. ബഹുമാന്യ പറയുന്നത് കേരളത്തിൽ ലവ് ജിഹാദ് മാത്രമല്ല, ബിസിനസ് ജിഹാദ്, ഭൂമി ജിഹാദ്, ഉണ്ട പപ്പട ജിഹാദ്, കെണ്ടി മൊന്ത എന്നൊക്കെ പറയുന്ന എല്ലാ ജിഹാദുകളും ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോഴും നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഇടാൻ പറ്റിയ പാട്ട് ഉടനെ കഴുത്തൻ്റെ തറുക്കുവാപ്പാ, ആ പാട്ടാണ്. അപ്പോഴാണ് ഇതാണ്ട് പേരാമ്പ്രയിൽ നിന്ന് രണ്ടാമത്തെ അനൗൺസ്മെൻറ്റ് വന്നിരിക്കുന്നു. നമ്മുടെ കൗമിൽപ്പെട്ട ഓള് കോട്ട് കൊടുക്കാൻ പറയുന്നെന്ന്. ആര്? ഫാത്തിമ തഹ്ലിയെ
എന്നാൽ മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന ചിലരൊക്കെ ഫാത്തിമ തഹലിയയുടെ തൊക്കും തമ്മിൽ മുട്ടുന്നതും അങ്ങനെ തമ്മിൽ മുട്ടുന്നത് ഇസ്ലാമികമാണോ എന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഫാത്തിമ തഹലിയയെ കൗമിൻ്റെ ഓളാക്കി ചിത്രീകരിച്ചുകൊണ്ട് അനൗൺസ്മെൻറ്റ് നടത്തുന്നത് നമ്മുടെ പുരോഗമന നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായുള്ള അനൗൺസ്മെൻറ്റാണ്. അതിൻ്റെ രണ്ടാമത്തെ അനൗൺസ്മെൻറ്റ് ഇന്ന് പുറത്തു വിട്ടു. ആദ്യത്തെ വന്നപ്പോൾ രാമകൃഷ്ണൻ സാറ് പറഞ്ഞത് അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കട്ടെ എന്നൊക്കെയാണ് പറഞ്ഞത്. എന്നിട്ട് എന്ത് ചെയ്തു? ഈ അടിപിടി കേസ് ഉണ്ടാകുന്നത് പോലെ ഒരു കൗണ്ടർ കേസ് തഹലിയയ്ക്കും കൊടുത്തു. അവർ മതം പറഞ്ഞ് വോട്ട് പിടിക്കുന്നു എന്നും പറഞ്ഞു. അതെന്തിനാന്ന് വെച്ചാൽ ഈ കൗമിൻ്റെ മുമ്പിലേക്ക് അതും കൂടി ഇട്ട് കൊടുക്കാനാണ്. കൗമിനൊരു പ്രത്യേകതയുണ്ട്. അത് തഹലിയ ആയാലും അല്ലെങ്കിലും നമ്മളെവിടെങ്കിലും നിലപാടെടുത്താൽ അവിടെ നമ്മൾ തലയടിച്ചു മരിക്കും. നമ്മുടെ അനിൽ പനച്ചൂരാൻ്റെ കവിതയിൽ പറയുന്ന വരികൾ പറയുന്നത് പോലെ തലയറഞ്ഞ് ചത്ത് ഞാൻ വരും എന്ന് പറയുന്നത് പോലെയാണ് കൗമിൻ്റെ ഒരവസ്ഥ. തലയറഞ്ഞ് ചാവാൻ നിൽക്കുകയാണ്. ഇതിങ്ങനെ നിൽക്കുമ്പോഴാണ് ഗോവിന്ദണ്ണൻ, നമ്മുടെ ഇവിടുത്തെ പയ്യന്നൂരിലെയോ തളിപ്പറമ്പിലെ വിമത സ്ഥാനാർത്ഥി ഗോവിന്ദണ്ണൻ തലയിൽ തൊപ്പിയും തോളിൽ ഷോളുമൊക്കെ ഇട്ട് ഇരിക്കുന്നത് കാണുന്നത്. അപ്പോഴാണ് ബാലൻ സാറിൻ്റെ പത്രസമ്മേളനം കാണുന്നത്. SDP-യുടെ പിന്തുണ നേടുന്നത് അവരെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. ബാലൻ ചേട്ടൻ വിടുവായനാണെങ്കിൽ പാർട്ടിയിലെ ബുദ്ധിജീവിയും അമേരിക്കൻ നയങ്ങളെപ്പോലും സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന സാമ്പത്തിക നയങ്ങളെ കൊണ്ട് കേരളത്തെ വാർത്തെടുത്ത കേരളത്തിൻ്റെ രാഷ്ട്രപിതാവ് ആരെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുന്ന തോമസ് ഐസക് സാർ വന്നിട്ടുണ്ട്. വോട്ട് വർഗീയം തന്നെയാണ്, പക്ഷേ ആളുകളുടെ വോട്ട് വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. UDFകാരെല്ലാം അത് വരട്ടെ, നോക്കട്ടെ, ചെയ്യട്ടെ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും അപ്പോഴും പാട്ടല്ല അത് തന്നെ. ഏത്? ഉടനെ കഴുത്തൻ്റേതറുക്കുവാപ്പാ, ഉടയോൻ തുണയില്ലേ നമുക്കു ബാപ്പാ. ആ പാട്ടാണ് അപ്പോഴും അന്തരീക്ഷത്തിൽ മുഴങ്ങുന്നത്. ഏതായാലും ഈ അറുക്കാൻ കൊണ്ടുപോകുന്നവനെങ്കിലും തിരിച്ചറിവുണ്ടായി തങ്ങളുടെ ജനാധിപത്യ അവകാശം വേണ്ട മര്യാദയോടെ ആലോചിച്ച് നിർവഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു പടച്ചവനോട്. പടച്ചവനൊന്നും ചെയ്യാൻ കഴിയും എന്ന് അല്ല, നീ അങ്ങനെ പറഞ്ഞാൽ അത് വലിയ വിവാദമാവും. പടച്ചവനെ ചെറുതാക്കിയെന്നും പറഞ്ഞ് ഈ പടപ്പിനെയൊന്നും അങ്ങനെ നന്നാക്കാനൊന്നും പടച്ചവൻ ബലമായി നന്നാക്കാൻ തീരുമാനിച്ചിട്ടില്ലല്ലോ. സ്വാതന്ത്ര്യമല്ലേ കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് പടച്ചവൻ നല്ല ബുദ്ധി തോന്നിക്കട്ടെ, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു.